കോൺഗ്രസിലെ സീനിയർ മന്ത്രിയാണ് AP അനിൽകുമാർ. എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ ഈ വൈകുന്നേരമൊക്കെ ആയപ്പോഴേ ഈ തിരക്കൊക്കെ ഇടിയോ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഈ വഴിയെ പോകുന്ന 2-3 ജനങ്ങൾ പറഞ്ഞുകൊണ്ട് പോവാണ്, ഇവന്മാർ തമ്മിത്തല്ലായിരുന്നാൽ മതി. ആളുടെ ഒരു പ്രതീക്ഷയാണ്. കാര്യം നിങ്ങളെക്കുറിച്ച് ബ്രാൻഡ് ചെയ്യപ്പെടുത്ത ഒരു ആരോപണം അത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അത്? ഇതിനകത്തൊക്കെ ഒരു പ്രിക്കോഷൻ വേണമല്ലോ. SKയുടെ നേരത്തെ മറുപടി അതിനകത്തുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഈ ഇലക്ഷൻ നേരിട്ടത്, ഇലക്ഷൻ സ്ഥാനാർത്ഥി നിർണയം, നിങ്ങളുണ്ടാക്കിയ ബഹളം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പോലും നടന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞ ഒരു ബഹളമല്ലാതെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്ന പല കുഴപ്പങ്ങളുണ്ടായോ? ഇല്ലല്ലോ. അതെ, മുഖ്യമന്ത്രി ചർച്ചയുടെ കാര്യത്തിൽ 10 ദിവസം ഞങ്ങൾ എടുത്തുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പാർലമെന്ററി പാർട്ടി കൂടുന്നത്. 8 ദിവസം കൊണ്ട് ഞങ്ങൾ ഡൽഹിയിലെല്ലാം എല്ലാ ചർച്ചയും നടത്തി. നമ്മൾ കാണുന്നില്ല 50 ദിവസവും മറ്റോ ഡൽഹിയിൽ ഒരു ഗവൺമെൻറ് വരാനെടുത്ത് 10 ദിവസം കൊണ്ട് തീർത്തു. പക്ഷെ അതിനിടയിൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കി. ഞങ്ങളൊരു കുഴപ്പമില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വന്നു, എല്ലാവരും അത് അംഗീകരിച്ചു. ഹൈക്കമാൻഡ് തീരുമാനം 2 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ക്യാബിനറ്റ് ഉണ്ടാക്കി മുഴുവൻ സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നെ SKയുടെ ചോദ്യത്തിന് ഒരു റെലവൻസും ഇല്ല. ഒരു തമ്മിലടിയും ഞങ്ങൾ ഒരു രീതിയിലും ബാധിച്ചില്ല. ഒരു തമ്മിലടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ആശങ്കപ്പെടുന്നവരുണ്ടെങ്കിൽ അവരോട് എന്ത് പറയുന്നു? നിങ്ങൾ ആശങ്ക ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ. പിന്നെ ജനങ്ങൾക്ക് ആശ്വാസമായി, ഒന്നുമില്ല, സ്മൂത്തായി കാര്യങ്ങൾ നടന്നു. ഇന്ന് വളരെ ക്ലിയർ ആയിട്ടല്ലേ നടന്നത്. പക്ഷേ AP അനിൽകുമാർ, നിങ്ങളൊരു കാര്യം കാണാതെ പോലും, ഞാൻ ഈ വിമർശനമൊക്കെ ഞാൻ ഒരു മാധ്യമപ്രവർത്തനം പോലെ അംഗീകരിക്കുന്നു. അതേ സമയമുണ്ടല്ലോ, ഇപ്പം ഞങ്ങൾ ഇത് മത്സരം കൂടിയോട്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വണ്ടൂർന്ന് AP അനിൽകുമാർ മന്ത്രി തിരുവനന്തപുരത്ത് യാത്രയാകുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്നത്, പോപ്പ് വരുന്ന പോലെ നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി AP അനിൽകുമാർ ഏതാനും നിമിഷങ്ങൾക്കകം തിരുവനന്തപുരത്തെത്തും. ഇതൊക്കെ പണ്ട് പോപ്പ് വരുമ്പോൾ മാത്രം പറഞ്ഞിരുന്ന കാര്യമാണ്. ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് നിങ്ങളിത് കാണാതെ പോലെ പറയാൻ കാര്യം എന്നറിയോ, ഈ നമ്മുടെ ഈ സിനിമ അവാർഡുകൾ നടക്കും ഈ ചാനലുകളിലൊക്കെ. സിനിമ അവാർഡ് നടക്കുന്ന സമയത്ത് ഈ ഒരു കഴിവില്ലാത്ത നടനെ പോലും ആകാശം മുട്ട ഉയർത്തുന്ന അനൗൺസ്മെൻറ്റ് എഴുതി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് ശരിക്കും നമ്മളിപ്പോൾ ഈ സിനിമ അവാർഡുകളൊക്കെ നിർത്തി, പൊതുവേ ഇല്ല. അപ്പോൾ ആയപ്പോൾ ഇത് പൊതുപ്രവർത്തകരിലേക്ക് മാറി ഗ്ലാമറസ് ആയിട്ടുള്ള, അഥവാ കുറച്ച് ഗ്ലാമർ ഉണ്ടെങ്കിൽ ഗ്ലാമർ ആക്കും നമ്മൾ. സിദ്ദീഖ് പഠിക്കണ്ട. അപ്പം നമ്മൾ ചൂരലമല മുണ്ടക്കയൊക്കെ സിദ്ദീഖിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരുപാട് അത് ഒരുപക്ഷെ ഈ ചാനൽ മത്സരമാണെങ്കിൽ നിങ്ങൾക്കത് ഗുണം. അതേസമയം റോജി പറഞ്ഞ പോലുള്ള ഒരു പ്രശ്നമുണ്ട്, സ്കാൻഡാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.